സലീം കുമാറിൻ്റെ കൂടെ ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്, സാധാരണ ഈ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ ഒത്തിരി അഴിഞ്ഞാടാൻ അവസരം കിട്ടാറുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ പുറത്തേക്ക് ഒത്തിരി മേഞ്ഞ് നടക്കും. അവിടെയൊക്കെ ഒരു പൊടിക്ക് ഒതുങ്ങണം എന്ന് സലീമിനെ കണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്റ്റേജിൽ നിന്ന് മിമിക്രി എന്നൊക്കെ വരുന്നവർക്ക് ഒരു ഒരു ഡയലോഗ് അല്ലെങ്കിൽ മറു ഡയലോഗ് അതിനൊരു കൗണ്ടർ പറയാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. അതിൻ്റെ ആഴവും പരപ്പവും നോക്കാറില്ല. സലീം അത് വളരെ ശ്രദ്ധിക്കും. ചിലപ്പോൾ സലീം ജയന്തിനെ നിങ്ങൾ എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് സലീം ചിരിക്കും. പക്ഷെ അത് അദ്ദേഹം തുടക്കം മുതൽ അദ്ദേഹം പാലിച്ചു വന്ന ഒരു മര്യാദയാണ്. പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായിരിക്കണം, ഇല്ലെങ്കിൽ കലഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. അത് പറഞ്ഞാൽ നന്നായിരിക്കും, അതെന്തിന് പറയുന്നതെന്ന് തിരിച്ച് സലീം ചോദിക്കും. അപ്പോൾ സലീമിൻ്റെ തമാശകളൊക്കെ ശരിക്കും സലീമിന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സലീം പറയുന്നത്. അത് മധുവിന് എത്രയും പെട്ടെന്ന് പിടികിട്ടും. ഒരു കാര്യത്തിൽ എത്ര തമാശ അതിലല്ലെങ്കിൽ ചിരിക്കാൻ ആരും തുനിയുന്നതിന് മുൻപ് ഒരു പക്ഷേ മധു ചിരിക്കുമായിരിക്കും. മധുവിന് അത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മധു പെട്ടെന്ന്, വളരെ പെട്ടെന്ന് സലീമിൻ്റെ ഈ ഓരോ കഥകളും വളരെ കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കുകയും അതിന് ഒരു കോട്ടവും തട്ടാതെ അത് അടുക്കി വെച്ച് വായനക്കാരിലേക്ക് എത്തിക്കുകയും ശ്രമിക്കുന്നു. അത് പൂർണ്ണമായും അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. സലീമിൻ്റെ കുറേ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും സലീമിന് അടുത്തറിയാവുന്നവർക്കറിയാം. അതിലൊന്നും ചിരിക്കാൻ വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല, ഒരു വാക്കുപോലും ചേർക്കേണ്ടി വന്നിട്ടില്ല. അതിലും വലിയ കാര്യങ്ങളുണ്ട്, അത്ര കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കഥയിൽ സലീമിന് ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ പകരക്കാരനായിട്ട് ചെന്ന് ചേരാനുള്ളൊരു ഗതികേടും എനിക്കുണ്ടായിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടല്ലാതെ. അദ്ദേഹം അത് പേര് പറഞ്ഞിട്ടില്ല, അത് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ സിനിമലിൻ്റെ പടത്തിന് പെട്ടെന്നൊരു വിളി വന്നു, സമയമുണ്ട്, വലിയ ടീമല്ലേ, ജഗതി ചേട്ടനും തിലകൻ ചേട്ടനൊക്കെ ഉള്ളൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ചെന്നു. അപ്പോൾ അതിൽ കോസ്റ്റ്യൂം എനിക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പാകമല്ലാത്ത ഡ്രസ്സാണ്. അപ്പോൾ അവിടെ കോസ്റ്റ്യൂമറായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഒരാളാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അയാളെ ശകാരിക്കുകയും ചെയ്തു, ഇത്രയ്ക്ക് എൻ്റെ അളവറിയില്ല, നീ എവിടെ നിന്ന് എന്താണെന്ന് കുറച്ച് വഴക്ക് പറഞ്ഞപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞു, എന്നാൽ വഴക്ക് പറയല്ലേ, ഇത് സലീം കുമാറിന് തച്ചു വെച്ച കുപ്പായമാണ്. രാത്രി വിളിച്ചു പറയുക, രാവിലെ ഇന്ദ്രൻസ് വരുന്നുണ്ട്, അത് പാകപ്പെടുത്തണം. അങ്ങനെ വേറെ തുണിയെടുക്കാൻ നിർത്തിയില്ലാണ്ട് അവൻ അഴിച്ചു പറക്കി എൻ്റെ ഷേപ്പിനാക്കി വെച്ചിരിക്കുക. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ശരിക്കും ഒരാർട്ടിസ്റ്റും അങ്ങനെ ഒരാൾക്ക് പകരം പോവേണ്ടി വന്നാൽ അതൊരു വിഷമമാണ്. ഒന്നിൽ അവരെ വിളിച്ച് അന്വേഷിക്കും. അങ്ങനെ ഒന്നും പറയാൻ പറ്റാണ്ട് ആ വേഷം ഞാൻ ചെയ്തു പോന്നു. പിന്നീട് സലീമിന് എത്രത്തോളം അത് സലീമിനോട് അപമാനിക്കപ്പെട്ടുവെന്നോ, സലീമിന് എത്രത്തോളം മനസ്സിന് നോവിച്ചു എന്നുള്ളതോ പിന്നീടാണ് സലീം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ കൂടെ ഒരു ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഹാസ്യടന്മാരെ വേർതിരിച്ച് കണ്ട ഇടങ്ങളിലൊക്കെ സലീം അതിനെ മധുരമായിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. സലീമിൻ്റെ ഈ അനുഭവങ്ങൾ വായനക്കാർക്കും, അതല്ലെങ്കിൽ കലാരംഗത്ത് വരികയോ കലാകാരനാവണമെന്നോ ആഗ്രഹിക്കുന്ന ചെറിയ കലാകാരന്മാർക്ക് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളൊന്നുമല്ല എന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും മധുവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു, മാതൃഭൂമി ബുക്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ആരാധിക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹിച്ചു.